ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. മാത്രമല്ല നമ്മളിപ്പം ടൂവും ഫോറും എങ്ങനെ എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കളിക്കാൻ പോവുകയാണ്, ഞാൻ കളിക്കാൻ പോയി, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ടു പ്ലേ എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഫോർ എന്ന് യൂസ് ചെയ്ത് പറയാറുണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ നടക്കാൻ പോവുകയാണ്, ഫോർ എ വോക്ക് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതെന്തുകൊണ്ട് നമ്മൾ ടു പ്ലേ എന്ന് പറയുന്നു, ഫോർ എ വോക്ക് എന്ന് പറയുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസും തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാൻ കളിക്കാൻ പോവുകയാണ് അല്ലെ, ഞാൻ പോവുകയാണ്, ഐ എം ഗോയിങ്. എന്തിനാ പോകുന്നത്? കളിക്കാൻ. ഇവിടെ ടു കഴിഞ്ഞിട്ട് വരുന്നത് ഒരു വെർബാണല്ലോ, പ്ലേ എന്നുള്ളത്. അപ്പം ഐ എം ഗോയിങ് ടു പ്ലേ, ഞാൻ കളിക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ ഫോർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. എപ്പോഴും നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത് ഒരു നൗണിന്റെ കൂടെയാണ്. ഓക്കെ, അവൻ കളിക്കാൻ പോയി എന്ന് പറയുമ്പോഴോ കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ഹി വെൻ ടു പ്ലേ, അവിടെയും ടു പ്ലേ എന്നാണ് വന്നിട്ടുള്ളത്. ഹി വെൻ ടു പ്ലേ. ഓക്കെ, ഞങ്ങൾ കളിക്കാൻ പോകും എന്ന് പറയുമ്പോഴോ മൂന്ന് സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ്. ഞങ്ങൾ കളിക്കാൻ പോകും, വരാനുള്ള കാര്യമാണ്. വി വിൽ ഗോ ടു പ്ലേ, വി വിൽ ഗോ ടു പ്ലേ അല്ലെ, ഞങ്ങൾ കളിക്കാൻ പോകും. അപ്പൊ ഇത് മൂന്നും നമ്മൾ ടു പ്ലേ എന്നാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇനി പറയാൻ പോകുന്ന സെന്റൻസ് നോക്കൂ. ഇപ്പം നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ മീറ്റിങ്ങിന് വേണ്ടി ഇവിടെയാണ് അല്ലെങ്കിൽ ഇവിടെയുണ്ട് അല്ലെ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയണം? അതായത് ഇപ്പം ഞാൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഐ എം ഹിയർ ഫോർ എ മീറ്റിംഗ് എന്ന് പറയണം. ഐ എം ഹിയർ ഫോർ എ മീറ്റിംഗ്. അവിടെ നമ്മൾ ടു എ മീറ്റിംഗ് എന്ന് പറയാൻ പാടില്ല. ഇനി ഞാൻ മീറ്റിങ്ങിന് പോവുകയാണെന്ന് പറയുമ്പോൾ ആ ഒരു ഡയറക്ഷനാണ് നമ്മൾ അവിടെ പറയുന്നത് അല്ലെ. മീറ്റിംഗ് എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണെന്ന് പറയുമ്പോൾ നമ്മളോട് എന്ത് പറയണം? ഐ എം ഗോയിങ് ടു എ മീറ്റിംഗ് എന്ന് പറയണം. ടൂവും ഫോറും യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഐ എം ഗോയിങ് ടു എ മീറ്റിംഗ്. ഒരു കല്യാണത്തിനാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പറയണം. ഞാൻ കല്യാണത്തിന് വേണ്ടി ഇവിടെ വന്നതാണെന്ന് പറയുകയാണെങ്കിൽ ഐ കെയിം ഹിയർ, ഐ കെയിം ഹിയർ ഫോർ എ വെഡിങ് എന്ന് പറയണം. എന്നാൽ ഞാൻ കല്യാണത്തിന് പോവാണെന്ന് പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു എ വെഡിങ് എന്ന് പറയണം. ഓക്കെ, ഇനി ഞാൻ നടക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് ഫോർ എ വർക്ക് ആണ്. ഇനി നമ്മൾ പറയാണ്, ഇപ്പം ഞാനൊരു ഇന്റർവ്യൂവിന് തയ്യാറാകുകയാണ്. അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ കയറിയിട്ട് ഞാനൊരു ഇന്റർവ്യൂവിന് തയ്യാറാവുകയാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയണം? അവിടെ ആ ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. സോ നമ്മൾ എങ്ങനെ പറയും? ഐ എം പ്രിപ്പയറിംഗ് ഫോർ ആൻ ഇന്റർവ്യൂ, ഐ എം പ്രിപ്പയറിംഗ് ഫോർ ആൻ ഇന്റർവ്യൂ എന്ന് പറയണം. ഇനി ഞാനൊരു ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു ആൻ ഇന്റർവ്യൂ എന്ന് പറയണം കേട്ടോ. അപ്പൊ ഇത് വ്യത്യാസം മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്കിതുപോലെ തന്നെ ഞാൻ നീന്താൻ പോവുകയാണ്, ഐ എം ഗോയിങ് ടു സ്വിം, ഐ എം ഗോയിങ് ടു സ്വിം. ഇതുപോലെ തന്നെ ഐ എം ഗോയിങ് ഫോർ എ സ്വിം എന്ന് വേണമെങ്കിലും പറയാം. നീന്താൻ വേണ്ടി പോവുകയാണ് അല്ലെ. ആ ഒരു സംഭവം നമ്മളോട് നടത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ നൗണായിട്ടും യൂസ് ചെയ്യാം, വെർബായിട്ടും യൂസ് ചെയ്യാം, വർക്ക് എന്നതുപോലെ തന്നെ. ഇനി അവൾ ഷോപ്പിങ്ങിന് പോയി, അവൾ ഷോപ്പിങ്ങിന് പോയി. ഷീ വെന്റ് ഫോർ ഷോപ്പിംഗ് അല്ലെ. അവൾ ഷോപ്പിങ്ങിന് പോയി. അവിടെ നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, കാരണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ്. സോ നമ്മളവിടെ വെന്റ് യൂസ് ചെയ്തു. അവൻ ജോലിക്ക് പോയി എന്ന് പറയുകയാണെങ്കിലോ, അതായത് അവൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. സോ ഹി കെയിം ഫോർ വർക്ക് എന്ന് പറയാം. ഇനി അവൻ ജോലിക്ക് ഇവിടെയുണ്ട് അല്ലെങ്കിൽ അവൻ ജോലിക്ക് ഇവിടെയാണ്. ഹി ഈസ് ഹിയർ ഫോർ വർക്ക്, ഹി ഈസ് ഹിയർ ഫോർ വർക്ക്. ഇനി ഒരാൾക്ക് നമ്മളൊരു വസ്തു വാങ്ങി, ഇത് നിനക്കായി വാങ്ങിയതാണ്, ഇത് നിനക്കായി വാങ്ങിയതാണ്. ഐ ബോട്ട് ദിസ് ഫോർ യു, ഐ ബോട്ട് ദിസ് ഫോർ യു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഫോർ യൂസ് ചെയ്യാം. ഇത് കളിക്കാനുള്ള സ്ഥലമാണ്. ഇപ്പൊ ഒരു ഗ്രൗണ്ട് കാണിച്ചിട്ട് നമ്മൾ പറയാറുണ്ട് ഇത് കളിക്കാനുള്ള സ്ഥലമാണ്
അതായത് ഇത് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണെന്നാണ്. സോ നമ്മൾ എങ്ങനെ പറയാം, ദിസ് ഇസ് എ പ്ലേസ് ഫോർ പ്ലേയിങ്. ദിസ് ഇസ് എ പ്ലേസ് ഫോർ പ്ലേയിങ്. ഇത് കളിക്കാനുള്ള സ്ഥലമാണ്, അതായത് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഓക്കെ, ഇനി അവൾ പഠിക്കാൻ പോവുകയാണ്. അവൾ പഠിക്കാൻ പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് ടു സ്റ്റഡി. ഷീ ഈസ് ഗോയിങ് ടു സ്റ്റഡി. ഇവിടുത്തെ സ്റ്റഡി ഒരു വെർബാണ്. അവൻ എന്നെ കാണാൻ വന്നു. അവൻ എന്നെ കാണാൻ വന്നു. അവൻ വന്നു. ഹി കെയിം ടു മീറ്റ് മീ, അല്ലെങ്കിൽ ഹി കെയിം ടു സീ മീ എന്ന് പറയും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. We are going to eat. We are going to eat. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ eat ഒരു വെർബാണ് അല്ലെ, കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഡ്രസ്സ് വാങ്ങാൻ അവിടെ പോയി. ഞാൻ ഡ്രസ്സ് വാങ്ങാൻ അവിടെ പോയി. ഞാൻ പോയി. I went there to buy a dress. ഞാൻ ഡ്രസ്സ് വാങ്ങാൻ അവിടെ പോയി. ഓക്കെ, ഇനി ഐ എം ഗോയിങ് ടു വാക്ക് മ്യൂസിയം യൂസ് ചെയ്യും. അതുപോലെ ഐ എം ഗോയിങ് ഫോർ എ വാക്ക് എന്നും യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, വാക്ക് എന്ന് പറയുന്നത് ഒരു വെർബായിട്ടും നൗണായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് അവിടെ നിങ്ങൾ വ്യത്യാസം കണ്ടത്. അപ്പം ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നതാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള എന്താ, ഐ എം ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറയും. ഐ എം ഗോയിങ് ടു വാക്ക് എന്നും പറയാറുണ്ട്. ഓക്കെ, ഞാൻ ഗെയിം കളിക്കാൻ പോവുകയാണ്. ഞാൻ ഗെയിം കളിക്കാൻ പോവുകയാണ്. ഗെയിം എന്ന് പറയുന്നത് ഒരു നൗണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അതൊരു വെർബ് അല്ലല്ലോ. ഞാൻ ഗെയിം കളിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ഫോർ എ ഗെയിം. ഐ എം ഗോയിങ് ഫോർ എ ഗെയിം. അപ്പോൾ നമ്മൾ ഫോർ എന്ന് യൂസ് ചെയ്യുന്നത് ഒരു ഉദ്ദേശം, നമ്മൾ അതൊരു നൗൺ മാതിരി. അതുപോലെ ഇപ്പം ഗെയിം, അതുപോലെ നടക്കുക എന്നുള്ളതൊക്കെ ഒരു നമ്മുടെ ഉദ്ദേശം പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഫോർ യൂസ് ചെയ്യുക. അങ്ങനെ മനസ്സിലാക്കുക. ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഡയറക്ഷൻ പോവുക എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ടു യൂസ് ചെയ്യാറുള്ളത്. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് തരാം. ഷീ വെന്റ് ഡാഷ് ബൈ വെജിറ്റബിൾസ്. ഷീ വെന്റ്, അവൾ പോയി, ഡാഷ് ബൈ വെജിറ്റബിൾ, അവൾ പച്ചക്കറികൾ വാങ്ങാൻ പോയി എന്നാണ് അല്ലേ. പച്ചക്കറികൾ വാങ്ങാൻ പോയി. ഓക്കെ, അവിടെ നമ്മൾ ടു ആണോ ഫോർ ആണോ യൂസ് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യട്ടെ. അതായത് പച്ചക്കറി വാങ്ങാൻ പോയി, പച്ചക്കറി വാങ്ങുക എന്നുള്ള ഒരു വെർബാണല്ലോ. അപ്പം അവിടെ ടു ആണോ ഫോർ ആണോ? ഐ കെയിം ഹിയർ ഡാഷ് എ മീറ്റിംഗ്. അതായത് ഐ കെയിം ഹിയർ, ഞാനിവിടെ വന്നു, ഡാഷ് എ മീറ്റിംഗ്. അവിടെ ഫോർ ആണോ ടു ആണോ? സിമ്പിൾ ആണല്ലേ. ഞാൻ മീറ്റിങ്ങിനായി ഇവിടെ വന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഐ കെയിം ഹിയർ ഡാഷ് എ മീറ്റിംഗ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സെന്റൻസുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പം ടു യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഡയറക്ഷൻ കാണിക്കാനാണ്. നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ പഠിക്കാൻ പോയി, കളിക്കാൻ പോയി, നടക്കാൻ പോയി എന്ന് പറയുമ്പോഴും നമ്മൾ ചില സിറ്റുവേഷനിൽ ടു യൂസ് ചെയ്യാറുണ്ട്. ഇനി ഒരു നൗണ് പറയുന്ന സമയത്ത് അതായത് ഇപ്പം നമ്മൾ അതിനായിട്ട് ഇവിടെ വന്നു, അതിനായിട്ട് ഞാൻ തയ്യാറായി, അതുപോലെ അത് അവർക്ക് വേണ്ടി വാങ്ങി, ഇങ്ങനെ ഇതിനായിട്ട് ഞാൻ ഒരുങ്ങി, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉദ്ദേശം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ എന്ന് യൂസ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ പറയുന്ന ഒരേ സെന്റൻസുകളിൽ തന്നെ ഇതുപോലെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ പൊതുവായിട്ട് കൺഫ്യൂഷൻ വരും. ഓൾറെഡി നമ്മൾ എടുത്തതാണെങ്കിൽ പോലും ഒരുപാട് പേര് ഇതേക്കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഞാൻ തന്ന സെന്റൻസുകളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗട്ടുകളൊക്കെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.